നമസ്കാരം. ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ആശ്വാസം നൽകുന്ന വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇസ്രയേലും ഗാസയും തമ്മിൽ വെടിനിർത്തൽ കരാറിന് ധാരണയായിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. തങ്ങളുടെ പ്രതിനിധികൾ ഇസ്രായേലുമായി സുദീർഘമായ ചർച്ച നടത്തിയെന്നും ആ ചർച്ചയ്ക്ക് ഒടുവിൽ ഗാസയുമായി വെടിനിർത്തലിന് ധാരണയിലെത്താൻ ഇസ്രായേൽ സമ്മതിച്ചു എന്നുമാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും വെടിനിർത്തലിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തുടരുന്നുണ്ടായിരുന്നു. ഇനി 60 ദിവസത്തേക്കാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ഈ 60 ദിവസത്തിന് ഉള്ളിൽ ഈ രാജ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും അങ്ങനെ ധാരണയിലേക്ക് എത്തും എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചു എങ്കിലും ഗാസയുടെ പ്രതികരണം എന്ത് എന്നത് വ്യക്തമല്ല. പ്രത്യേകിച്ച് ഹമാസ് നേരത്തെ ഗാസയെ ഏറ്റെടുക്കും, അവിടെ ടൗൺഷിപ്പാക്കി മാറ്റും എന്നതുൾപ്പെടെയുള്ള അമേരിക്കയുടെ പ്രതികരണത്തോട് വിമർശനം രീതിയിലുള്ള പ്രതികരണം ആയിരുന്നു ഗാസയുടെ ഭാഗത്ത് നിന്ന് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ ആണ് ഹമാസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് ഗാസ തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ധാരണയിൽ ഹമാസ് തയ്യാറാകുമോ അതിൽ ഒപ്പുവെക്കാൻ എന്നതാണ് കണ്ടറിയേണ്ടത്. ഒരു പക്ഷേ ഹമാസ് അതിന് ഒരുക്കമായാൽ തീർച്ചയായും ലോകത്ത് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുന്ന ഒരു നീക്കമായി അത് മാറും.